Good morning to all. Welcome to another vlog of Mini Curly Tales. Good morning. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. നടന്നു പോകാമെന്ന് വിചാരിച്ചു രാവിലെ. ഇനി ശരിക്കും ചോദിച്ചാൽ അമ്മയുടെ ഓർമ്മ ദിവസമാണ്. ചെറിയ തണുപ്പുണ്ട്, അതുകൊണ്ട് വണ്ടി എടുക്കണ്ടെന്ന് വിചാരിച്ചു. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. കാണുന്നില്ലെങ്ങും കേൾക്കുന്നില്ലെങ്ങും കയ്യെത്തും ദൂരത്തില്ലെന്നമ്മ എന്നെന്നും പോയിടും പോയാലോ വന്നിടും ഇന്നെന്റെ വന്നില്ലെന്നമ്മ മായുന്നു നീ പിന്നിൽ ചേരുന്നു നീ മണ്ണിൽ എങ്കിലും എവിടെ കൂടെ അമ്മ കൂടെ കാണുന്നില്ലെങ്ങും കേൾക്കുന്നില്ലെങ്ങും കയ്യെത്തും ദൂരത്തിൽ എന്നമ്മ. When the world feels heavy and I'm losing my way, you're the voice that whispers, telling me I'll be okay. Every tear I've cried, you wipe them away with arms wide open. ഇപ്പം സമയം എത്രയായി? 5:30 അല്ലേ? ഇപ്പം 5:30 ആയി. ഒരു 10 minutes എടുക്കുമായിരിക്കും നടക്കാനല്ലേ? ഒരു 15 minutes എന്തായാലും നോക്കാം. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു മോസ്ക്, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. അതിൻ്റെ ലൈറ്റിങ്ങും, ഇത് ആക്ച്വലി ലൈറ്റ് ഇട്ട് രാത്രിയിൽ കാണാനാണ് നല്ല ഭംഗി. വണ്ടിയിൽ യാത്രയാണ് നല്ലത്, അത് നടന്നു പോകുന്നതാണ് നല്ലത്? തണുപ്പ് കാലത്ത് നടന്നു പോകുന്നത് തന്നെ നല്ലത്. വണ്ടി വർത്താനമൊക്കെ പറയാൻ കുറച്ച് അടിയിടാം. ഇതിനുള്ള സൗകര്യം സുഖവും വേറെയല്ലേ? വണ്ടിയിൽ പോകുമ്പോഴുള്ള ഒരു പ്രശ്നം ഞാൻ പ്രത്യേകിച്ച് പള്ളിയുടെ അവിടെ പാർക്കിംഗ് കിട്ടത്തില്ല. കറങ്ങി നമ്മൾ പള്ളിയിൽ അതൊരു ഭയങ്കര ഒരു എന്താ പറയണ്ടേ അസൗകര്യമാണ് അല്ലേ? എത്ര പള്ളിക്കാര, ശരിക്കും പറഞ്ഞാൽ എത്ര പള്ളിക്കാരാ അവിടെ? മാർത്തോമ്മ, കാത്തലിക്സ്, അങ്ങനെ എല്ലാം ഉണ്ട്. CSI എല്ലാം ഉണ്ട്, പെന്റക്കോസ്റ്റൽ എല്ലാം ഉണ്ട്. പക്ഷെ മറ്റു രാജ്യങ്ങളുടെ ഉണ്ട്, റഷ്യയുടെയും പോർച്ചുഗലിലും. പക്ഷെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര അസൗകര്യമാണ്. അവിടെ ഇവിടെയും കൊണ്ടിടുക. കഴിയുമ്പോൾ അവസാനം നമ്മൾ ദൈവത്തിൽ എന്തോ പറയാമെന്ന് പോലും പറഞ്ഞു. കൊള്ളാം. ചേച്ചി, അമ്മയുടെ ഓർമ്മകൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്നൊരു ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും പറയാൻ പറ്റും? ഓർമ്മ പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു തമാശയാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് പടക്കം പോലെ പൊന്നീച്ച വറക്കുന്ന പോലെ എനിക്ക് ചെകിടത്ത് അടിയും കിട്ടി. അങ്ങനെ സംഭവം. പക്ഷെ അത് സത്യത്തിൽ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നുവെച്ചാൽ അമ്മ വീടിൻ്റെ അഞ്ചലിൻ്റെ വീടിൻ്റെ മുമ്പിൽ അത് പഴത്തിൽ ഞാൻ എടുത്തില്ല. എന്തോ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ അമ്മ ആ പഴത്തിൽ കയറി താഴെ വീണു. അപ്പം നമ്മൾ ആരായാലും, ഇപ്പം അമ്മയായാലും ആരായാലും നമ്മുടെ ഒരു പ്രശ്നം എന്തോ ആരെങ്കിലും ഒരാൾ വീണ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. അത് എല്ലാ പിള്ളേർക്കും ഉള്ളതാണല്ലോ. അങ്ങനെ ഞാനങ്ങനെ അറിയാതെ ചിരിച്ചു പോയി. തിരിച്ചു പോയപ്പോൾ അമ്മ അവിടെ നിന്ന് പൊക്കത്തിട്ട് ചോദിച്ചു, എടാ നിൻ്റെ അമ്മയാണ് കിടക്കുന്നത്, നിനക്ക് എന്നെ ഒന്ന് പൊക്കണോ അതോ ചിരിച്ചോണ്ടിരിക്കണോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് അമ്മയെ പൊക്കെ എടുത്തതും പണം അടിയും കിട്ടി. നല്ല ഓർമ്മയായിപ്പോൾ. എന്തായാലും പടക്കം ദീപാവലിയും എല്ലാം ഒരുമിച്ച് തീർന്നു. അമ്മമാരായാലും അങ്ങനെ വേണം. സെന്റ് മാർട്ടിൻസ് ചർച്ച്. സെന്റ് മാർട്ടിൻസ് ആരുടെയാ ചോദിച്ചാ? സെന്റ് മാർട്ടിൻസ് എന്നുള്ളത്
സെന്റ് മാർട്ടിൻസ്. ഇത് നമ്മുടെ സെന്റ് ഓർത്തഡോക്സ് യാക്കോബക്കാരുടെ. And that is so beautiful. എന്തോ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു ചെറിയ ഇംഗ്ലീഷ് മാസം ഉണ്ടായിരുന്നു. ഇപ്പം എത്രയായി ശരിക്കും? 6:27 ആയി അല്ലേ? രാവിലെ തനതായ ശൈലി എല്ലാവരും അതേപോലെ ഓർത്തഡോക്സുകാരല്ലേ? അതിൻ്റെ ഇടയ്ക്ക് നല്ല സുന്ദര ഒരു പൂച്ച. എന്താടാ വിശക്കുന്നു അങ്ങനെയൊക്കെ? കയ്യിലൊന്നും ഇല്ല മോനെ. അയ്യോ സോ സ്വീറ്റ്. ദൈവമേ. അങ്ങനെ ഞങ്ങളൊരു ചായക്കടയിൽ കയറി നല്ല ചൂട് ചായ കുടിക്കാൻ. എങ്ങനെയുണ്ട് ചോദിച്ചാ ചായ? ഓക്കെ എന്നുള്ളൂ. നമുക്കൊന്നും ഒരു സുഖമില്ല. പിന്നെ അവർ മസാല എന്തിട്ടിട്ട് മസാല ചായയുടെ ഇതിൽ ഏലക്കയും മറ്റേ ക്ലോവൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തോ ഒരു കാർഡമന്റെ സ്മെല്ലുണ്ട് അല്ലേ ഏലക്കയുടെ? അമ്മയുടെ ഓർമ്മ എന്തെങ്കിലും വരുന്നുണ്ടോ ഇപ്പം? എന്നും വരുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും പെക്യൂലിയർ അല്ലെ പർട്ടിക്കുലർ ആയിട്ട് പറയാനുള്ളത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അതൊരു രസമാണ്. കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അടി കിട്ടും. അതല്ല നമ്മൾ നല്ല ഓർമ്മകളുടെ കൂട്ടത്തിൽ നമുക്ക് സങ്കടം വരുന്ന ഓർമ്മകളുണ്ട്. അതിനകത്ത് എനിക്ക് അമ്മ ബെഡ് റിഡൺ ആയപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഓർമ്മ പോയെന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ അമ്മയെ കാണാൻ വരുമ്പോൾ അമ്മക്ക് ഓക്കെ എന്നെ മനസ്സിലായെങ്കിലും അമ്മ അതേ സമയത്ത് തന്നെ അമ്മ പറയുന്ന ഭിത്തിയിൽ കൂടെ ആരോ കയറി മുകളിലേക്ക് പോകുന്നു, അവിടെ ആരോ നിൽപ്പുണ്ട്, അങ്ങനെയുള്ള പേടിപ്പിക്കുന്ന എന്തോ സംഭവങ്ങൾ അമ്മ കണ്ടതായിട്ട് നമുക്ക് തോന്നി. ഞാൻ അമ്മയ്ക്ക് പറയുന്നുണ്ട് അമ്മ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പോലും അമ്മ അത് വിശ്വസിക്കാതെ അമ്മ പറഞ്ഞു നിനക്ക് കാണുന്നത് നിനക്ക് എന്തൊരു ചെവി ആയിട്ടില്ല പൊട്ടണമാണെന്ന് എനിക്ക്. അമ്മ ചോദിക്കുമ്പോൾ എനിക്കൊരു ചിരി വന്നെങ്കിലും പക്ഷേ അവിടെ ഒന്നുമില്ലെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കി. ഞാൻ പിന്നെ അമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു. എന്നിട്ട് അമ്മ
അത് അമ്മയ്ക്ക് ഓർമ്മയില്ലാത്ത സമയങ്ങൾ. നമ്മൾ അകത്തിരുന്നപ്പം ചൂടുണ്ടായിരുന്നു, പുറത്ത് കാറ്റുണ്ടെന്ന് വിചാരിച്ച് പുറത്തിരുന്നപ്പം കാറ്റുമില്ല. നിനക്ക് അമ്മയുടെ ഓർമ്മകൾ കാണുമല്ലോ? എന്റെ അമ്മയുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഫണ്ണി ആയിട്ടും ഉണ്ട്, ചിലത് പറയാതിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാം, നമ്മളെല്ലാരും കൂടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും അമ്മയും പ്രാർത്ഥിക്കാനിരിക്കും. അപ്പോഴ് സുരസ്നായൻ മൊത്തം ചൊല്ലി പകുതി ആവുമ്പോഴായിരിക്കും നമ്മുടെ വീട്ടിലെ പട്ടി ഒന്ന് കുരയ്ക്കുന്നത്. അപ്പോഴ് പട്ടി മിണ്ടായിരിക്കും, എന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യും. അപ്പം അമ്മയായിട്ട് നമുക്ക് ചിരിക്കാനും ഒക്കത്തില്ല, നമുക്ക് വേറൊന്നും പറയാനും ഒക്കത്തില്ല. എന്നാ ഉള്ളിലൊരു ചിരിയും ഉണ്ട്, പിന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. പിന്നുള്ള അമ്മയുടെ പറഞ്ഞാൽ അമ്മ ശരിക്കും ഒരുങ്ങും, നല്ല വൃത്തിയായിട്ട് ഒരുങ്ങും. അമ്മയ്ക്കൊരു ഇൻഹിബിഷൻ ഇല്ല, ഇങ്ങനെ പ്രായം കൂടിയാൽ ഇങ്ങനെ ഒരുങ്ങണം, പ്രായം കുറഞ്ഞാൽ ഇങ്ങനെ ഒരുങ്ങണം, അങ്ങനെയൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് ഒരുങ്ങും. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. അതൊക്കെ ഞാൻ കുറച്ച് ഇംബൈബ് ചെയ്യാൻ നോക്കിയിട്ടുമുണ്ട്, കുറച്ചൊക്കെ നല്ല കാര്യങ്ങളൊക്കെ. പോകുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഒരുങ്ങുകയും ചെയ്യും. ഇവൻ അമ്മ മരിക്കുമ്പോഴും അമ്മ ആ ഷൈനി, അതിന് ഷൈനി നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഷൈനി നല്ലപോലെ അമ്മയെ നോക്കിയിട്ടുമുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം എന്താ ഞാൻ പറയാൻ കാര്യം എന്നറിയാം, അമ്മ കിടക്കുമ്പോഴും അമ്മയുടെ ഡെത്ത് ബെഡിലായാലും അമ്മയുടെ കാലിൽ നെയിൽ പോളിഷും അങ്ങനത്തെ കാര്യങ്ങളും ഇട്ട് കൊടുത്ത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഷൈനി നോക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. പിന്നെന്താ പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് വേഗം പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പിന്നെ പപ്പായുടെയും അമ്മയുടെയും ഒരു എന്താ പറയുന്നത് ഡീപ്പ് ലവ് ഉണ്ടായിരുന്നു അവർ തമ്മിൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ്. എനിക്ക് തോന്നുന്നു പപ്പയാ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനൊന്നും അല്ല, പക്ഷെ അമ്മ അത് മുതലെടുത്തിട്ടുമുണ്ട്. പപ്പായുടെ ആ സ്നേഹമായാലും അണ്ടർസ്റ്റാൻഡിങ് ആയാലും അല്ലെ, പപ്പ ശരിക്കും ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് അമ്മയെ. അതൊക്കെ ഓർക്കുമ്പം ഒരു രസവും ഉണ്ട്. അവരുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നെന്നും ആലോചിച്ചു പോകും ഈ സമയത്ത്. കാര്യം നമ്മുടെ മക്കളൊക്കെ വളർന്നൊരു സ്റ്റേജിലാവുമ്പോൾ അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു. കാര്യം ഇപ്പൊ അലീനയെ സംബന്ധിച്ചായാലും അലീനയ്ക്ക് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നതായാലും ഷീ ഡസന്റ് നോ ഹൂ ദേ ആർ. അപ്പനാന്നോ അമ്മൂമ്മയാന്നോ, അമ്മച്ചിയുടെ കാര്യമായാലും ഡാഡിയുടെ ഓക്കെ, അമ്മച്ചിയുടെ കാര്യങ്ങളിലായാലും ചെറിയ ചെറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീടെത്തി. ഈ വീടിന്റെ ഹൈറ്റ് ഞാൻ തറയിൽ കിടക്കും. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറി, എത്ര കഴിച്ചാലും മടുക്കാത്തൊരു സംഭവമാണ്. ചപ്പാത്തിയോ? അതെ, ചപ്പാത്തി മുട്ടക്കറി ഓരോന്നിട്ട് പിന്നെ എടുക്കാം കേട്ടോ. അത് മതി. എങ്ങനെയുണ്ട് മുട്ട സ്റ്റൂ അല്ലേ? മുട്ട സ്റ്റൂ ആർക്കാ ഇഷ്ടമുള്ളത്? അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം എന്തെങ്കിലും ക്ലിപ്പിങ്സ് ഉണ്ടെങ്കിൽ എടുക്കാൻ നോക്കാം. ഓക്കെ ദെൻ, ടേക്ക് കെയർ, ബൈ. bye.